തിരുവനന്തപുരം ജില്ലയിലെ നേമവും കഴക്കൂട്ടവും, പാലക്കാട് ജില്ലയിലെ പാലക്കാടും, കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരവും 4 മണ്ഡലങ്ങൾ വളരെ പ്രധാനമായി BJP ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയാണ്. ആ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ കൺസോൾട്ട് ചെയ്യപ്പെടും എന്നതിനനുസരിച്ചാണ് തെരഞ്ഞെടുപ്പുകൾ മാറിമറിയാൻ പോകുന്നത്. ഈ 4 മണ്ഡലങ്ങൾ എടുത്താൽ അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. SDPIയുടെ ഒരു സാന്നിധ്യം ഈ 4 മണ്ഡലങ്ങളിലുമുണ്ട്. കാരണം 4 മണ്ഡലങ്ങളിലും മുസ്ലിം സാന്നിധ്യമുണ്ട്. അത് പക്ഷേ പാലക്കാട് എടുക്കുമ്പോൾ പാലക്കാട് മുസ്ലിം കാൻഡിഡേറ്റ് തന്നെ LDFനുണ്ട്. SDPI LDFന് വോട്ട് കൊടുക്കും. ഈ 4 മണ്ഡലം എടുത്താലും ശരാശരി 5000 വോട്ടിന് താഴെ 4 മണ്ഡലങ്ങളിലും ഉണ്ടാവും. ഓരോ സ്ഥലത്തും ഒരു 5000 വോട്ടിന് താഴെയെങ്കിലും 1000, 2000, 3000, 4000, 5000 വോട്ടിനകത്തുണ്ടാവും. ഇത് അതേസമയം വെൽഫെയർ പാർട്ടി കൊടുക്കാമെന്ന് പറയുന്നിരിക്കും. മുസ്ലിങ്ങളുടെ തന്നെ വെൽഫെയർ പാർട്ടി വോട്ട് കൊടുക്കാമെന്ന് പറയുന്നത് UDFനാണ്. LDFന് SDPIയുടെ വോട്ട് കിട്ടുന്നു. മുസ്ലിം വോട്ടുകൾ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈഴവ, നായർ, നമ്പൂതിരി വോട്ടുകൾ 3ആയി പിരിയുമ്പോൾ അതിൽ ഒരു പങ്ക് പറ്റി വേണം BJP ഈ 4 സ്ഥലങ്ങളിലും ജയിക്കാൻ. അതേസമയം തിരുവനന്തപുരത്തും ഈ 4 സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവത്തിൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നേമത്തെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ടെക്നോക്രാറ്റാണ്. അതിൻ്റെ ഒരു വ്യക്തിപ്രഭാവമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് പിടിച്ചിരുന്ന അദ്ദേഹം, പ്രത്യേകിച്ച് നിയമമണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം പിടിച്ചതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കൗൺസിലർ തെരഞ്ഞെടുപ്പിലും, കൗൺസിലർമാരുടെ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിലും വലിയ വോട്ടാണ് BJPക്കാർ പിടിച്ചത്. അതിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടെത്തിച്ചത്. മുരളീധരനാകട്ടെ കഴക്കൂട്ടത്ത് കഴിഞ്ഞ 5 വർഷമായി 10 വർഷമായി കഴക്കൂട്ടത്ത് തന്നെയുണ്ട്. കഴക്കൂട്ടത്ത് നിന്ന് പ്രവർത്തിക്കുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ അവിടെ ശരത്ചന്ദ്ര പ്രസാദ് മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ഈഴവ കമ്മ്യൂണിറ്റിയുടെ നല്ലൊരു ശതമാനം വോട്ട് ശരത്ചന്ദ്ര പ്രസാദ് പിടിക്കാനുള്ള സാധ്യതയും നമുക്ക് കുറച്ച് കാണാനാകില്ല. അവിടെ കുറച്ച് മുസ്ലിം വോട്ടുണ്ട്. ആ മുസ്ലിം വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ നടക്കുന്നതനുസരിച്ചായിരിക്കും കഴക്കൂട്ടത്തിൻ്റെ ഭാവിയും തീരുമാനിക്കപ്പെടുക. അതുപോലെ മഞ്ചേശ്വരം എന്ത് വന്നാലും സുരേന്ദ്രനെ തോൽപ്പിച്ചിരിക്കുമെന്നുള്ള ശപഥമെടുത്തിരിക്കുകയാണ് മുസ്ലിം ലീഗും SDPIയും ജമാഅത്ത് ഇസ്ലാമിയും. അവസാനം ജമാഅത്ത് ഇസ്ലാമി അവിടെ കോൺഗ്രസിനും SDPI ലീഗിനുമാണ് പിന്തുണയെങ്കിലും, അല്ലെങ്കിൽ LDFനും UDFനുമാണ് ഈ 2 വിഭാഗക്കാർ പിന്തുണയെങ്കിലും, മഞ്ചേശ്വരത്ത് വരുമ്പോൾ എല്ലാ മുസ്ലിം വിഭാഗങ്ങളും സുരേന്ദ്രനെതിരെ തിരിയുന്ന കഥയാണ് കാണുന്നത്. അപ്പോൾ 4 മണ്ഡലങ്ങളിലും മുസ്ലിം കൺസോൾട്ടേഷൻ നടക്കുന്നത് വളരെ കൃത്യമായി വന്നാൽ 4 മണ്ഡലങ്ങളിലെയും BJP സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യതയെ വല്ലാതെ മങ്ങലേൽപ്പിക്കും. അതേസമയം ക്രിസ്ത്യൻ വോട്ടാണെങ്കിൽ അത് പങ്കുവയ്ക്കപ്പെട്ടു പോകും. UDFന് കുറച്ച് വോട്ട് കിട്ടും, BJPക്കും കുറച്ച് വോട്ട് കിട്ടും. ഒരു കാരണവശാലും LDFന് ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ, പാർട്ടിക്കാരുടേതല്ലാതെയുള്ള ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ രസകരവും കൗതുകകരവും മനോഹരവുമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ 4 മണ്ഡലങ്ങളിലും, തിരുവനന്തപുരം നേമത്തും, അതുപോലെ തന്നെ കഴക്കൂട്ടത്തും, പാലക്കാടും, മഞ്ചേശ്വരത്തും വളരെ കൃത്യമായ വോട്ട് കൺസോൾട്ടേഷൻ, ഏകീകരണം നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മുസ്ലിം ധ്രുവീകരണം നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ 4ഇടത്തും ഈ പറയുന്നത് പോലെ വലിയ പ്രതിസന്ധിയായിരിക്കും സംഭവിക്കുക. അതേസമയം ഞാൻ പറഞ്ഞു, 4ഇടത്ത് മത്സരിക്കുന്നതും വലിയ വ്യക്തിത്വങ്ങളാണ്. അവിടെ വ്യക്തിപ്രഭാവത്തിന്, ഐഡന്റിറ്റിക്ക്, പേഴ്സണാലിറ്റിക്കല്ല വോട്ടുണ്ട് ഈ ജനാധിപത്യത്തിൽ. ആ വോട്ടുകൾ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ, സുരേന്ദ്രൻ നേരത്തെ 1000 വോട്ടിനും 60 വോട്ട് 80 വോട്ടിനുമൊക്കെയാണ് അവിടെ തോറ്റത്. ആ സുരേന്ദ്രൻ ഒരുപക്ഷെ അത് വിജയിച്ച് കയറാൻ കഴിഞ്ഞു എന്ന് വരാം. അതേസമയം പാലക്കാട് തീർച്ചയായിട്ടും LDF കാൻഡിഡേറ്റ് വളരെ വീക്കായതുകൊണ്ട് LDF കാൻഡിഡേറ്റ് കിട്ടുന്ന വോട്ട് കൂടി എങ്ങോട്ട് മറിയും. മുസ്ലിം വോട്ടുകൾ മാത്രമാണ് LDF കാൻഡിഡേറ്റ് പിടിക്കുന്നതെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും കടുകട്ടി കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ LDFകാരുടെ വോട്ടും ജനതാദളുകാരുടെയൊക്കെ വോട്ട് മാത്രമാണ് പിടിക്കുന്നതെങ്കിൽ ബാക്കി വോട്ട് 2ആയി പോവുകയും അതിൽ ആരാണോ കൂടുതൽ നേടുന്നത് അവർ ജയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് വന്നാൽ 3ആയി തന്നെയാണ് വോട്ട് പിരിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഭദ്രകാളി ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി തീർത്ഥം കുടിച്ചില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രശ്നത്തിൽ പോറ്റി ആത്മഹത്യ ചെയ്ത കഥയിൽ വളരെ കൃത്യമായി പ്രതിരോധത്തിലായിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ. അതിന് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിന് തിരിച്ചടിക്കുമെന്നറിയില്ല. ശബരിമല വിഷയം ഒരു വലിയ പ്രതി മീൻസ് ശിക്ഷിക്കപ്പെട്ട ആളെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു കക്ഷിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ അതെങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. നേമത്തെടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖറും ശബരിനാഥിന് ഒരു അപ്പർ എഡ്ജുണ്ട്. അവിടെ ജയിക്കുമെന്നല്ല, ശബരിനാഥിന് കുറേ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിലും, അതുപോലെ കാർത്തികേയൻ്റെ മകൻ എന്നുള്ള നിലയിലും, ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിലും, വിദ്യാസമ്പന്നൻ എന്നുള്ള നിലയിലുമൊക്കെ ശബരിനാഥിന് ഒരു യൂത്തിൻ്റെയൊക്കെ കുറേ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ആ വോട്ട്
BJP-യുടേതായാൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ശബരിനാഥിന് കിട്ടിയില്ലെങ്കിൽ അത് BJP-ക്ക് കിട്ടുമെങ്കിൽ BJP ജയിക്കും. അതിന് ശബരിനാഥ് കൃത്യമായി അത് കൊണ്ടുപോവുകയും മുസ്ലിം വോട്ടുകൾ വളരെ കൃത്യമായി ശിവൻകുട്ടി കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്താൽ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് വളരെ ഒരു എന്താണ് കടലിനും ചെകുത്താനും ഇടയ്ക്കുള്ള എന്ന് പറയുന്നതൊക്കെ പോലെ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് ഈ 4 മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് BJP-ക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. 4ഇടത്തും BJP ജയിച്ചാലും അത്ഭുതമില്ല, 2ാം സ്ഥാനത്തേക്ക് പോയാലും വലിയ അത്ഭുതമൊന്നും സംഭവിക്കാനില്ല. കൃത്യമായി 4ഇടത്തും വലിയ കൺസോൾട്ടേഷനാണ് നടക്കുന്നത്. അത് പിന്നെ പാർട്ടികൾ തമ്മിലുള്ള കൺസോൾട്ടേഷൻ ആയിപ്പോയാൽ, ക്രിസ് ക്രോസ് ആയിപ്പോയാൽ പിന്നെ വലിയ പ്രതിസന്ധി വരും. അവിടെ എവിടെയെങ്കിലും CPM-ഉം UDF-ഉം തമ്മിൽ, LDF-ഉം UDF-ഉം തമ്മിൽ എന്തെങ്കിലും മാച്ചിങ് വന്നാൽ, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് കോംപ്രമൈസ് വന്നാൽ തീർച്ചയായിട്ടും 3ാം കക്ഷിയായ NDA-ക്ക് വലിയ പ്രതിസന്ധി വരും. അങ്ങനെ വരാതിരിക്കട്ടെ എന്നാണ് നമുക്ക് കാണുന്നത്. കാരണം ജനാധിപത്യത്തിൽ അങ്ങനെ രഹസ്യമായ അണ്ടർസ്റ്റാൻഡിങ് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതെങ്ങോട്ടാണ് ഈ വഴി പോകുന്നത് എന്നറിയില്ല. തീർച്ചയായിട്ടും 3ആയി പിരിയാനാണ് സാധ്യത. വോട്ടുകൾ 3ആയി പിരിയുമ്പോൾ മുസ്ലിം കൺസോൾട്ടേഷൻ ഒരു വശത്ത് വരും, ഹിന്ദു വോട്ട് 2ആയും 3ആയും പിരിയും. അങ്ങനെ പിരിയുമ്പോൾ വലിയ പ്രശ്നമാണ്. ഇതിനിടയിലാണ് ഈഴവ കമ്മ്യൂണിറ്റിയാണ് വലിയ രീതിയിൽ BJP-ക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. നായർ കമ്മ്യൂണിറ്റി 2ആയിട്ടാണ് പിരിയുന്നത്. UDF-ഉം LDF-ഉമായിട്ട് BJP-യുമായിട്ട്, UDF-ഉം BJP-യുമായി നായർ കമ്മ്യൂണിറ്റി പിരിയുമ്പോൾ ഈഴവ കമ്മ്യൂണിറ്റി വലിയൊരു ഭാഗം വോട്ട് പോകുന്നത് LDF-നാണ്. അതിൽ പക്ഷേ കുറച്ച് വോട്ട് കൂടി BJP-ക്ക് പിടിക്കാൻ പറ്റിയാൽ കളമാകെ മാറും. ചിത്രം പുതിയതായിരിക്കും. തെളിയുന്നത് 4ഇടത്തും താമര വിരിയും, അല്ലെങ്കിൽ 4ഇടത്തും താമര വാടും.